കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനം നടത്തിയ ടി ഡി രാമകൃഷ്ണൻ, സ്വാഗതം പറഞ്ഞ എ വി ഗോവിന്ദ്, അശ്വിൻ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതില് മുഖ്യ പ്രഭാഷണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പ്രഭാഷകയൊന്നുമല്ല. പ്രഭാഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു കലയാണ്. സംഗീതമാണ് എൻ്റെ ഒരു വഴി. സംഗീതത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാട്ടല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. പിന്നെ ചില സമയത്ത് നമ്മളിലൂടെ രൂപപ്പെട്ട ദർശനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ വന്ന വഴികളിൽ കൂടി ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന ചില അഭിപ്രായങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണുമ്പോൾ ഈ അടുത്ത് ഹൂ ഈസ് ഷീ എന്ന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഹൂ ഈസ് ഷീ, ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ഞാൻ ആരുമല്ല സത്യത്തില്. എന്നാൽ ഞാൻ എല്ലാം ആണെന്നും എനിക്ക് വേണമെങ്കിൽ പറയാം. നാരായണ ഗുരുവിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് അഹം എന്നരുളുന്നതൊക്കെ ഓർത്താൽ, അഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും, അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയണ പോലെ എല്ലാറ്റിലും അടങ്ങിയിട്ടുള്ള ഒരു അഹ ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ. അങ്ങനെ ഒരു ഉത്തരം അതിനുണ്ട്. നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുളിൽ ഇരിപ്പവൻ ആര് ചൊൽക നീ എന്നരുളുന്നത് കേട്ട് അറിവതിനായി അവനോട് നീയും ആര് എന്നരുളും ഇതിൻ പ്രതിവാക്യമേകമാകുന്ന. അതായത് നീ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ ഇന്ന ആള്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പുഷ്പവതി എന്ന്. പക്ഷെ എല്ലാറ്റിലും ഒരു ഞാനുണ്ട് ഇല്ലേ? അപ്പോ അവിടെ ഒരു ഉത്തരമുണ്ട്. ഞാൻ ഇന്ന വ്യക്തി. ഓരോരുത്തർക്കും അവരവരുടെ പേര് പറഞ്ഞ് ഞാൻ ഇന്ന ആളാണെന്ന് പറയാം. ആ എല്ലാ ഞാനുകളും എല്ലാവരിലും ഒരു ഞാനുണ്ടല്ലോ. അങ്ങനെ ഒരു ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു രണ്ടാമത്തെ ഉത്തരായി. പിന്നെ മൂന്നാമത്തെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ എന്റെ പേര് പുഷ്പവതി, ഞാനൊരു പിന്നണി ഗായികയാണ്, സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണാണ്. പിന്നെ സംഗീത പരിപാടി നടത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജനിച്ചത് വേലൂര് എന്ന തൃശ്ശൂരിലൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇങ്ങനെയൊക്കെ ഒരു മറുപടി പറയാം. പിന്നെ നമ്മള് എവിടെ ഈ സ്റ്റേജിൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോഴും എന്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ക്ഷണിച്ചു, ഞാൻ വന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. ഇതുപോലെ ക്ഷണിക്കപ്പെട്ട സദസ്സില് ചെന്നു കഴിഞ്ഞാൽ അതേത് കോൺക്ലേവ് ആണെങ്കിലും കോൺക്ലേവിന്റെ അർത്ഥം സമ്പുഷ്ടമാകണമെങ്കിൽ അല്ലെങ്കിൽ സമ്പൂർണമാകണമെങ്കിൽ അപരന്റെ ശബ്ദങ്ങൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ആശയ സമന്വയമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആശയ രൂപീകരണം നടക്കുന്നിടത്ത് ഒരു അടിത്തട്ട് വനിതയുടെ ശബ്ദം കേട്ടപ്പോ അതാര് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ എന്നെ ഒരു സുപ്രഭാതത്തില് സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കിയതല്ല. ഞാൻ ഈ പഠിക്കുന്ന എന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തിയ വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രായത്തില് എന്റെ സംഗീത സംവിധാനം, അതായത്
എന്റെ ആദ്യത്തെ സംഗീത സംവിധാന സംരംഭം തുടങ്ങിയിട്ടുള്ളത് 2004-ലാണ്. ഇവിടെ ആരും അന്ന് അത് ചെയ്തിട്ടില്ല. ഏത് സംഗീത സംവിധാനം ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ തെരഞ്ഞെടുക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗോത്ര കലാപത്തിന്റെ സമയത്ത് അതിനുശേഷം ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ കേരളത്തിലും ഉണ്ടായി. മാറാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മത സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോ ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് കബീർദാസിന്റെ ദോഹകളുടെ മലയാള ട്രാൻസ്ലേഷൻ രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിൽ കളക്ട് ചെയ്ത പോയംസ് ഓഫ് കബീർ എന്ന കബീറിന്റെ ദോഹകളുടെ ഇംഗ്ലീഷിലുള്ള കളക്ഷനിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു 10ഓളം ഗാനങ്ങൾ ഞാനന്ന് കമ്പോസ് ചെയ്തു. അന്ന് ആരും അങ്ങനെ ഒരു വിഷയം എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മിസ്റ്റിക് പോയറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദോഹകള്. ആ ദോഹകൾക്ക് വലിയ ദർശനം ഉണ്ടായിരുന്നു. കാരണം അതിലിങ്ങനെ പറയുന്നുണ്ട്, ആ ദോഹകളിൽ പറയുന്ന ചില സന്ദേശം ഇങ്ങനെയാണ്: എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായി ഉണ്ടല്ലോ ഞാൻ, പള്ളിയിലില്ല, കേബയിലില്ല, കൈലാസത്തിലില്ല, ആചാരങ്ങളിലില്ല, ഉത്സവങ്ങളിലില്ല, ഉപനയനങ്ങളിലില്ല. ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ, തിരയേണ്ടതില്ല എവിടെയും. ഹേ സന്യാസി, എവിടെ തിരിയുന്നു നീ എന്നെ, അരികിലായുണ്ടല്ലോ ഞാൻ. ഇത്തരം നല്ല, അതായത് നമ്മള് ഈശ്വരനെ തേടി, ഇപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോവാറുണ്ട്, പള്ളിയിലും പറ്റേ പോവും, അങ്ങനെയൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. കാരണം ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം, എല്ലാവർക്കും എന്താ ആവശ്യം, എല്ലാ വിഭാഗം മനുഷ്യർക്കും ആവശ്യമുള്ളത് സമാധാനമാണ്, അല്ലെ? ലൗകിക ജീവികളായിട്ടുള്ള നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, കേബയിൽ പോവും, കൈലാസത്തിലൊക്കെ പോവും. എന്ത് തേടിയിട്ടാ? സമാധാനം. അതിനപ്പുറം ഈശ്വരൻ ശ്വാസങ്ങളുടെ ശ്വാസമാണ് എന്നുള്ള തിരിച്ചറിവും കൂടെ ഉണ്ടായിട്ട് പോവാണെങ്കിലാണ് അത് മഹത്തരമാകുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കബീർ എല്ലാം പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. നാരായണ ഗുരു ഒരിക്കൽ അയ്യപ്പനെ കുറിച്ച്, സഹോദരൻ അയ്യപ്പനെ കുറിച്ചിട്ട് ഒരിക്കൽ പറയണ്ടായി. അദ്ദേഹത്തിന്റെ അടുത്ത്, ഗുരുവിന്റെ അടുത്ത് ഡിസൈപ്പിൾ ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു, അയ്യപ്പന് തീരെ ഭക്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യപ്പന്റെ പ്രവൃത്തിയില് നല്ല ഭക്തിയുണ്ട്, അത് മതിയെന്ന്. അപ്പോ യഥാർത്ഥത്തില് നമ്മള് ഈശ്വരനെ തേടുമ്പോ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ചിലപ്പോ നമ്മള് ഈ സംസാരത്തിൽ പെട്ടിട്ട് നമുക്കിതൊന്നും കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ലായ്മയും സമാധാനമില്ലായ്മയും ഒക്കെ വന്നു ചേരുമ്പോൾ ഒരു ആരാധിക്കാൻ, അല്ലെങ്കിൽ എല്ലാം നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിക്കലി ഒരു ബിംബം വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് തേടിപ്പോകുന്നത്, ഈശ്വരനെ തേടിപ്പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാല് അവിടെയും എഴുതി വെച്ചിട്ടുള്ള അങ്ങനെ തന്നെയല്ലേ, തത് ത്വമസി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ ആ അത്തരത്തിലുള്ള ഒരു ദർശനം കബീറില് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കബീറിന്റെ മറ്റൊരു ദോഹയില് പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാല്, അപരിചിതനല്ലോ ജഗതീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്ക് അപരിചിതൻ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, കാതോർക്കുമൻ പ്രഭു വെറും ഒരു പുഴുവിന്റെ ചെറിയൊരു പദചലനത്തിന് പോലും. ജട വളർത്തിയിടുന്നു സന്യാസികൾ, താടി നീട്ടുന്നു
പരിണമിച്ചിടുന്ന മുഖഛായകൾ ആടുകളെ പോൽ എന്നൊക്കെ കബീർ പാടുന്നുണ്ട്. ഇതിന്റെ ഒരു സാരാംശം എന്താന്ന് വെച്ചാല്, അലറി വിളിക്കേണ്ട കാര്യമില്ല ദൈവത്തിന്. ചെറിയൊരു പുഴുവിന്റെ പദചലനം കേൾക്കാൻ കഴിയുന്ന ഈശ്വരന് അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരാളല്ലേ എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള നല്ല നല്ല ദർശനങ്ങൾ എടുത്തിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. എന്റെ വളരെ ചെറുപ്രായത്തില് 2004 ഞാനത് ആദ്യം കമ്പോസ് ചെയ്തത്. പിന്നീട് അടുത്ത ഒരു പ്രോജക്റ്റായിട്ട് ഞാൻ ചെയ്തത് നാരായണ ഗുരുവിന്റെ കൃതികളാണ്. എന്റെ ഉള്ളില് അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ ഉള്ളിൽ നിന്നുള്ള ഒരു പാഷനോട് ഞാൻ ചെയ്യുന്നതാണ്, ആരും പറഞ്ഞു ചെയ്യുന്നതല്ല. എനിക്ക് ചെയ്യണം, എനിക്ക് സംഗീതം ചെയ്ത് പാടാൻ ഞാൻ തന്നെ തിരഞ്ഞെടുക്കുന്ന എന്റെ അവസരങ്ങളാണത്. മുൻപെല്ലാം പിന്നെ എന്റെ പാലക്കാട് സംഗീത കോളേജിലെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിൽ വരുമ്പോ നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു. ജോലി കിട്ടാതെ ആയപ്പോ പിന്നെ ട്രാക്ക്, കോറസ്, ഇങ്ങനെ സിനിമാ സംഗീത മേഖലയില് കൈവയ്ക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പല സിനിമകളിലും പാടി. പക്ഷെ ആ പാട്ടുകളുടെ ഒരു എന്താ പറയാ, ആ പാട്ടുകൾ തരുന്ന ഒരു പ്രശസ്തിയില് നിൽക്കാൻ, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്റെ ഒരു സംഗീത താല്പര്യം എന്നുള്ളത് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സമാന്തരമായിട്ട് ഇത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മറ്റേതൊന്നും എനിക്ക് കിട്ടാറില്ല. നാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ടാണ് ആദ്യം, പിന്നീട് ഞാൻ ചെയ്തത്. അതിനുശേഷം കുണ്ടലിനി പാട്ട്, അതുപോലെ സദാചാരം, അനുകമ്പ ദശകം. അതിനുശേഷം നിങ്ങൾക്കറിയാം, കേരളത്തില് ശബരിമല വിഷയം വന്നപ്പോൾ എല്ലാം വളരെ കലാപമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമായപ്പോ ആ സമയത്ത് ഫേസ്ബുക്കിൽ കണ്ട ഒരു ഗാനശകലം, അത് ഈ സമയത്ത് സംഗീതം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് കമ്പോസ് ചെയ്യുകയും ചെയ്തു. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന് നാളുകൾ, എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ആ ഒരു ഗാനം കേരളം മുഴുവനും അലയടിച്ചു. ആ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്ന സമയത്ത് നമുക്കറിയാം, കനയ്യകുമാർ കള്ളക്കേസില്, അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കി തീഹാർ ജയിലിൽ അടച്ചപ്പോഴാണ് ഞാൻ ആസാദി എന്ന ഗാനം കമ്പോസ് ചെയ്ത് പാടിയത്. അദ്ദേഹം JNU ക്യാമ്പസിൽ വിളിച്ച മുദ്രാവാക്യത്തെയാണ് ഞാൻ സംഗീതം ചെയ്ത് പാടിയത്. ഇത്തരത്തില് സമൂഹത്തില് നടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ഗാനത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഹൂ ഈസ് ഷീ എന്ന ചോദ്യം കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളും കൂടി ഒന്ന് ആലോചിച്ചാൽ വളരെ നന്നായിരിക്കും. ഇത്രയും കൂടുതലധികം ഒന്നും ഞാൻ പറയുന്നില്ല. ഇതെങ്കിലും ഒന്ന് പറയാൻ ഒരു വേദി ഉണ്ടായത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനുശേഷം പല മാധ്യമങ്ങളെല്ലാം വളരെയധികം അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഗുരുതുല്യരായിട്ടുള്ള പലരും അല്ല, ഒന്ന് രണ്ട് കുറച്ച് പേര് ചില
ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതെന്റെ പിതൃതുല്യരായിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. എന്തായാലും SFIയുടെ പ്രതിനിധികളാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചത്. കോളേജില് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് നല്ല SFI സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉള്ളൂ എനിക്ക്. അതിനുശേഷം വന്നവരൊന്നും അത്ര ഡീപ്പായിട്ട് എന്റെ ഹൃദയത്തിലില്ല. എന്റെ സൗഹൃദങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച പഴയ എന്റെ സഖാക്കൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ എല്ലാവരും, നിങ്ങളെല്ലാവരും നാളത്തെ വലിയ വലിയ മനുഷ്യരാണ്. വലിയ വലിയ മനുഷ്യരാകാൻ നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ദർശനങ്ങളില് കൂടുതലും മനസ്സ് നിങ്ങൾക്ക് ഉറയ്ക്കട്ടെ. നിങ്ങൾ പറയുന്ന വാക്കിലും നിങ്ങളുടെ പ്രവൃത്തികളിലും പറയുന്ന വാക്കിൽ മനസ്സിൽ പറയുന്ന വാക്കും ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.